നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ടി.പി. സെൻകുമാറിന്റെ സ്ഥാനമാറ്റത്തിൽ സർക്കാരിന് സുപ്രീം കോടതിയുടെ വിമർശം. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്താൽ പോലീസിൽ ആരും ശേഷിക്കില്ലെന്ന് സുപ്രീം കോടതി. ഇടത് സർക്കാർ രാഷ്ട്രീയ പകതീർക്കുന്നെന്ന് സെൻകുമാർ. സംസ്ഥാന സർക്കാരിനും DGPക്കും നോട്ടീസ്. UDF സർക്കാരിന്റെ കാലത്തെ വിവാദ ഉത്തരവുകൾ നിയമം ലംഘിച്ചെന്ന് CAG റിപ്പോർട്ട്. കടമക്കുടിയിലും മെത്രാൻകായലിലും ഉൾപ്പെടെ ചട്ടലംഘനം. ബിയർ വൈൻ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടെന്നും CAG. ബജറ്റ് ചോർച്ചയിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികളെന്ന് മുഖ്യമന്ത്രി. അന്വേഷണ റിപ്പോർട്ട് വരും വരെ സഹകരിക്കുമെന്ന് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്കെതിരെ ആയ RSS നേതാവിന്റെ വധഭീഷണിയെ അപലപിച്ച് നിയമസഭയിൽ പ്രമേയം. മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കരുതെന്ന് SBI ഉൾപ്പെടെയുള്ള ബാങ്കുകളോട് കേന്ദ്ര സർക്കാർ. ATMൽ സൗജന്യ ഇടപാടുകൾക്ക് ശേഷം പണം ഈടാക്കാനുള്ള തീരുമാനവും പുനഃപരിശോധിക്കാൻ നിർദ്ദേശം. അസാധു നോട്ടുകൾ നിക്ഷേപിക്കാനുള്ള കാലപരിധി മാറ്റിയതിൽ വിശദീകരണം തേടി കേന്ദ്രത്തിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ബംഗളൂരു ടെസ്റ്റിൽ ഇന്ത്യയുടെ തിരിച്ചുവരവ്. മൂന്നാം ദിനം 4 വിക്കറ്റിന് 213 റൺസ്. 6 വിക്കറ്റ് ശേഷിക്കെ ആകെ 126 റൺസ് ലീഡ്. പൂജാര 79 നോട്ടൌട്ട്. രാഹുലിനും അർദ്ധ സെഞ്ചുറി. ലോധ കമ്മിറ്റിക്കെതിരെ നിലപാടെടുത്തതിൽ സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞ് അനുരാഗ് ഠാക്കൂർ. പിണറായിയെ സെൻകുമാർ തോൽപ്പിക്കുമോ? ക്രമസമാധാന ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്ന് ടി.പി. സെൻകുമാറിനെ മാറ്റിയതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ പിന്നെ പോലീസിൽ ആരുണ്ടാകുമെന്നും കോടതി ആരാഞ്ഞു. തനിക്കെതിരായി നടന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് സെൻകുമാർ വ്യക്തമാക്കി. കാലാവധി പൂർത്തിയാകും മുമ്പ് DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ സെൻകുമാറിന്റെ വാദങ്ങൾ. പ്രകാശ് സിംഗ് കേസിൽ DGPമാർക്ക് സുപ്രീം കോടതി 2 വർഷം സേവന കാലാവധി നിശ്ചയിച്ചെങ്കിലും വിധി ലംഘിച്ചാണ് സ്ഥാനചലനം. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ അഭിപ്രായം തേടണമെന്ന ഉത്തരവും പാലിച്ചില്ല. പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിലെ അന്വേഷണത്തിന്റെ വീഴ്ചയ്ക്ക് ഉത്തരവാദിത്തം സെൻകുമാറിനാണെങ്കിൽ കണ്ണൂരിൽ കഴിഞ്ഞ 8 മാസത്തിനിടയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഏറ്റെടുക്കുമോ എന്ന് സെൻകുമാറിന്റെ അഭിഭാഷകൻ ദുഷ്യന്ത് ദവെ ചോദിച്ചു. 8 മാസത്തിനിടയിൽ സംസ്ഥാന പോലീസിൽ 96 മുതിർന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതും സെൻകുമാർ സർക്കാരിനെതിരായ ആയുധമാക്കി. സെൻകുമാറിനെതിരെ ഉണ്ടായത് അച്ചടക്ക നടപടിയല്ല, സ്ഥാനമാറ്റം മാത്രമാണെന്നായിരുന്നു സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ PP റാവുവിന്റെ വാദം. 2012 കേരള പോലീസ് നിയമത്തിലെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനമാറ്റത്തിന് സെക്യൂരിറ്റി കമ്മീഷനുമായി കൂടിയാലോചിക്കേണ്ട. എന്നാൽ സംസ്ഥാന നിയമത്തിൽ വ്യവസ്ഥയില്ലെന്ന് കാട്ടി സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കാതിരിക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് മദൻ B ലോക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വ്യക്തമാക്കി. വ്യക്തിപരമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സെൻകുമാറിനെ മാറ്റിയത്. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ പിന്നെ പോലീസിൽ ആരുണ്ടാകും? സെൻകുമാറിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്രത്തിനും DGP ലോക്നാഥ് ബെഹ്റയ്ക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. വിരമിക്കാൻ ഇനി 4 മാസം കൂടിയേ ഉള്ളൂവെന്ന സെൻകുമാറിന്റെ വാദം കണക്കിലെടുത്ത് ഹർജി ഈ മാസം 27-ന് പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചു. DGP സ്ഥാനത്ത് 1 വർഷം കൂടി തുടരാൻ അനുവദിച്ചുകൊണ്ട് ഇടക്കാല ഉത്തരവിറക്കണമെന്നാണ് സെൻകുമാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സെൻകുമാറിന്റെ വാദങ്ങളോട് സുപ്രീം കോടതി പ്രഥമദൃഷ്ട്യാ യോജിച്ചത് സംസ്ഥാന സർക്കാരിന് വരും ദിവസങ്ങളിൽ വലിയ തലവേദനയാകും. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. CPM നേതാവ് ശ്രീ K. വരദരാജൻ കോട്ടയത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. തമിഴ്നാട് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ PC സിരെ കൊച്ചിയിൽ നിന്നും, BJP നേതാവ് ശ്രീ VB രാജേഷ് കൊല്ലം സ്റ്റുഡിയോയിൽ നിന്ന്, കോൺഗ്രസ് നേതാവ് ശ്രീ പന്തളം സുധാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ വരദരാജൻ, സെൻകുമാർ ഉന്നയിച്ച വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ വിശ്വാസത്തിലെടുക്കുന്നു എന്ന നിലപാടായി തന്നെ വേണ്ടേ സുപ്രീം കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങളെ കാണാൻ? ഇത് കേസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള മുൻ സൂചനകൾ നൽകുന്നതാണോ? നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നതിനുള്ള തെളിവായിട്ട് നാട്ടുകാർ ഇതിനെ എടുക്കട്ടെ. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. സെൻകുമാർ സുപ്രീം കോടതിയുടെ മുമ്പാകെയും അതിനു മുമ്പ് കേരള ഹൈക്കോടതിയിലും
അദ്ദേഹം കേസ് കൊടുത്തിരുന്നു, ട്രിബ്യൂണലിൽ കേസ് കൊടുത്തിരുന്നു. അന്നൊന്നുമില്ലാത്ത കുറച്ച് വാദങ്ങൾ അദ്ദേഹം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്നെ മാറ്റിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ മാറ്റിയതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഇതേപോലെയുള്ള പോസ്റ്റുകളിൽ, അത് സെലക്റ്റീവ് പോസ്റ്റുകളാണ്, ഗവൺമെൻറ്റിന് മാറ്റിക്കൊണ്ട് മാത്രമേ ആ ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം ഇതേപോലെയുള്ളൊരു ഉദ്യോഗസ്ഥൻ, പക്ഷപാതപരമായി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇരുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാനാവില്ല. അദ്ദേഹത്തിനെതിരെ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നടപടിയെടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പുറ്റിങ്ങൽ അപകടമായാലും ശരി, ജിഷ വധക്കേസായാലും കേരളത്തിലെ ജനങ്ങൾക്കറിയാം എങ്ങനെയാണ് അന്നത്തെ ഗവൺമെൻറ്റും പോലീസ് മേധാവിയും ആ പ്രശ്നത്തോട് സമീപനം സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ചെരുപ്പ് കെട്ടിത്തൂക്കിയിട്ടിട്ട് മറ്റൊരു ചെരുപ്പെടുക്കാൻ പ്രതി വരും എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കാൻ പോലീസുകാരെ നിർദ്ദേശിക്കുകയും കൊല്ലം ജില്ലയിലെ റവന്യൂ അധികാരികൾ നിഷേധിച്ച ഒരു കാര്യം അദ്ദേഹം നടപ്പാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന കാര്യത്തിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥനെന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളത്. അത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ വാദിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളാണല്ലോ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു അഭിഭാഷകനെ നിശ്ചയിച്ചാൽ അഭിഭാഷകൻ്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുക എന്നുള്ളത്. സുപ്രീം കോടതി ഇതിനിടയിൽ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, ഓപ്പൺ കോർട്ടിൽ നടത്തിയ പരാമർശങ്ങളൊന്നും വിധിന്യായത്തെ സ്വാധീനിക്കും എന്ന് ഞങ്ങൾ കാണുന്നില്ല. തീർച്ചയായും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത തീരുമാനം, ഈ ഗവൺമെൻറ് എടുത്ത തീരുമാനം യാതൊരു കാരണവശാലും സുപ്രീം കോടതി റദ്ദ് ചെയ്യാൻ പോകുന്നില്ല. നിലവിലുള്ള വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റാൻ സംസ്ഥാന ഗവൺമെൻറ് അധികാരമുണ്ട്. അതുമാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. തിരിച്ചു വരാം. ശ്രീ പന്തളം സുധാകരൻ, കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ താൻ എടുത്ത നിലപാട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി സർക്കാരിന്, അതുകൊണ്ട് തനിക്കെതിരായിട്ട് വ്യക്തിപരമായിട്ട് വിദ്വേഷം തീർക്കുകയാണ് എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് സുപ്രീം കോടതിയിൽ ഏതായാലും അനുകൂലമായ നിലയുണ്ടാക്കിയിട്ടുണ്ട് എന്നാണല്ലോ ഇപ്പോൾ വരുന്ന വാർത്തകളെന്ന് മനസ്സിലാക്കേണ്ടത്. ഈ രാഷ്ട്രീയമായ നിലപാട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അദ്ദേഹത്തിന് വേണ്ടി പറയുന്നതോടുകൂടി തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ ചില മുൻവിധികൾ? അതുകൊണ്ട് ഞങ്ങൾക്ക് വിരുദ്ധരായിട്ടുള്ള ആളുകളെ ഞങ്ങളുടെ സർക്കാർ വന്നപ്പോൾ മാറ്റി പ്രതിഷ്ഠിക്കുന്നു എന്ന വാദം രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുകയില്ലേ? ആർക്കൊപ്പം നിൽക്കാനാണ് താങ്കൾക്ക് താല്പര്യം? ഈ സർക്കാരിനൊപ്പമോ സെൻകുമാറിനൊപ്പമോ? പന്തളം സുധാകരനിലേക്ക് തിരിച്ചു വരാം. ശ്രീ പി സി സിരേഖ്, താങ്കൾ ആ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി നൽകുക? ഇക്കാര്യത്തിൽ ആരാണ് ശരി? ഇക്കാര്യത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഒരു വിധത്തിൽ നോക്കുമ്പോൾ ക്രമസമാധാനം ശരിയായ നിലയിൽ പാലിക്കാൻ വേണ്ടി നിഷ്പക്ഷമായിട്ടും സത്യസന്ധമായിട്ടും കാര്യക്ഷമമായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സേവനം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ ആദ്യകാലത്തൊക്കെ അങ്ങനെ ഭരണകക്ഷി ആരെന്നും പ്രതിപക്ഷം ആരെന്നും നോക്കിയല്ല പോലീസുകാർ നീതിന്യായങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. വാസ്തവത്തിൽ ഇവിടെ പണ്ട് കേരളത്തിൽ തിരുവിതാംകൂർ, കൊച്ചിയിലും പിന്നെ കേരളത്തിലുമെല്ലാം വളരെ ശക്തരായ പോലീസ് ഉദ്യോഗസ്ഥർ നിഷ്പക്ഷമായി നിയമം നടപ്പാക്കിയിരുന്നു. സീനിയോറിറ്റി അനുസരിച്ച് ഉയർന്ന പദവികൾ അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് 1957 EMS മന്ത്രിസഭ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് സെൽ ഭരണം എന്ന് തുടങ്ങിയ ചില പരാതികൾ ഉയർന്നു വന്നത് എന്ന് നമുക്ക് ഓർക്കാം. അതായത് ഭരിക്കുന്ന കക്ഷിയുടെ രാഷ്ട്രീയ നേതൃത്വം അതത് സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ സ്വാധീനം ചെലുത്തി അങ്ങനെ കേസുകളുടെ വിചാരണയിലും മറ്റും പോലീസുകാരെ സ്വാധീനിക്കുകയും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് EMS മന്ത്രിസഭയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന മുന്നണി മന്ത്രിസഭയിൽ PT ചാക്കോ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ തികച്ചും സത്യസന്ധമായിട്ടും നിഷ്പക്ഷമായിട്ടും മാത്രമേ പോലീസ് നടപടിയെടുക്കാവൂ എന്ന നിലപാടെടുക്കുകയും അദ്ദേഹത്തിൻ്റെ അനുജനൊരാൾക്ക് അന്ന് സബ് ഇൻസ്പെക്ടറായിട്ട് സെലക്ഷൻ കിട്ടിയതേപ്പറ്റി വായിച്ചു ഓർക്കുന്നു. അന്ന് ശരി, നീ എൻ്റെ അനുജനാണ്, ആഭ്യന്തരമന്ത്രിയുടെ അനുജനാണ്, അതുകൊണ്ട് ഈ ഉദ്യോഗം നീ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. ആ വിധത്തിൽ നിഷ്പക്ഷത ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു ആ ഗവൺമെൻറ്. അതും കഴിഞ്ഞ് ശ്രീ K. കരുണാകരൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് വീണ്ടും പോലീസ് രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങുന്ന ഒരു രീതി നമ്മൾ കണ്ടത്. ശ്രീ കരുണാകരൻ ഓരോ മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഓരോ പോലീസ് ഇൻസ്പെക്ടറുകളുമായി നേരിട്ട് ബന്ധം പുലർത്തി
കേസ് അന്വേഷണം എങ്ങനെ വേണം എന്ന് നിർദ്ദേശിക്കാൻ തുടങ്ങി. അതോടുകൂടിയാണ് വീണ്ടും കേരളത്തിൽ പോലീസിൻ്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടാനും അത് സംശയകരമായി തീരാനും ഒക്കെ ഇടവന്നത്. ഇത് ചരിത്രം. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ DGP, ചീഫ് സെക്രട്ടറി തുടങ്ങിയ പദവികളിൽ ഇരിക്കുന്ന ആൾക്കാർ സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ വേണമെന്നുള്ളത് സത്യമാണ്. പക്ഷേ സർക്കാരിന് അവരിൽ വിശ്വാസം ഉണ്ടാകണം. ഞാൻ തിരിച്ചു വരാം ശ്രീ PC സിലേക്ക്, താങ്കളിലേക്ക്. ശ്രീ VV രാജേഷ്, അവിടെയാണ് പ്രശ്നം. സർക്കാരിന് ഇന്നയാൾ ഈ സ്ഥലത്തേക്ക് വേണ്ട, ഈ സ്ഥാനത്ത് വേണ്ട എന്നൊരു നിലപാടുണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. അതിലെന്താണ് തെറ്റ്? അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് താൻ വ്യക്തിപരമായിട്ട് ശരിയാണ്, ഈ സർക്കാർ തെറ്റായ നിലപാടാണ് എനിക്ക് മേൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന ആക്ഷേപമുയർത്തുന്നത് ഉദ്യോഗസ്ഥർക്ക് ഭൂഷണമായ കാര്യമാണോ? സനീഷ്, ഇവിടെ ശ്രീ പിണറായി വിജയന്, കേരള മുഖ്യമന്ത്രിക്ക് ഒരബദ്ധം പറ്റി, ഒരപകടം പിണഞ്ഞു ഗവൺമെൻറ്റിന്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗവൺമെൻറ് പരാജയപ്പെടും. TP സെൻകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുവാനുള്ള സാധ്യതയാണ് ഞാനിതിൽ കാണുന്നത്. കാരണം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് ആ ഗവൺമെൻറ് നയങ്ങൾ നടപ്പിലാക്കാൻ കണക്കിനുള്ള മാറ്റങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ വരുത്താം, IAS IPS തലത്തിലൊക്കെ വരുത്തിക്കൂടായികയില്ല. പക്ഷേ ഈ നേരത്തെ ശ്രീ തോമസ് സാർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഭരണാധികാരികൾ അവരുടെ ഇഷ്ടം പോലെ പല കാര്യങ്ങളും നടത്തിയപ്പോൾ പല കേസുകളും കോടതിയുടെ പരിഗണനയിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2006 സുപ്രീം കോടതി പ്രകാശ് സിംഗ് കേസിൽ ഒരു വിധി, ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻ പാലിച്ചിരുന്നുവെങ്കിൽ ഗവൺമെൻറ് കുടുക്കിലാകില്ലായിരുന്നു. ആ ഗൈഡ് ലൈനിൽ പറയുന്നത് ഒരു SP, ADGP, DGP റാങ്കിലുള്ള ഓഫീസറെ അവരുടെ ഫിക്സഡ് ടെന്യൂർ എന്ന 2 വർഷത്തിന് മുൻപ് മാറ്റണമെങ്കിൽ അത് സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ്റെ മുമ്പാകെ ചർച്ച ചെയ്യണം. അതായത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ചെയർമാൻ, പിന്നെ പ്രതിപക്ഷ നേതാവ് അംഗം, അതോടൊപ്പം തന്നെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അംഗം, ഇങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ്റെ മുൻപാകെ എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥനെ ടെന്യൂർ ഫിക്സ് ചെയ്യുന്നതിന്, കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് മാറ്റുന്നത്? അദ്ദേഹം ഇൻകേപ്പബിൾ ആണ്, ബയാസ്ഡ് ആണ്, ഹൈലി കറപ്റ്റ് ആണ്, അതുകൊണ്ട് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ ആ കമ്മീഷൻ്റെ മുമ്പിൽ നിന്നും പെർമിഷൻ വാങ്ങിയിട്ടായിരുന്നു സെൻകുമാറിനെ മാറ്റിയത് എന്നുണ്ടെങ്കിൽ സെൻകുമാർ ഈ കേസിൽ പരാജയപ്പെട്ടു പോയനെ. ഇന്ന് സുപ്രീം കോടതി ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകം, രാഷ്ട്രീയ പോകൽ, അതൊക്കെ സെക്കൻഡറി ആയിട്ട് മാത്രമേ സുപ്രീം കോടതി നോക്കുകയുള്ളൂ. സുപ്രീം കോടതി നോക്കുന്നത് പ്രകാശ് സിംഗ് കേസിൽ 3 അംഗ ജഡ്ജിമാരടങ്ങുന്ന സുപ്രീം കോടതിയുടെ ബെഞ്ച് പുറപ്പെടുവിച്ച ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ടാണോ സംസ്ഥാന സർക്കാർ സെൻകുമാറിനെ മാറ്റിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ടോ? അത് വാങ്ങുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ സുപ്രീം കോടതിക്ക് മനസ്സിലാകുന്നു അത് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് കേരള സർക്കാർ പാലിക്കാതെ ഇരിക്കുന്ന കേരള സർക്കാരിൻ്റെ ഈ നീക്കത്തെ പിന്തുണച്ചാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണാധികാരികൾ അവരുടെ ഇഷ്ടത്തിന് പോലീസ് ഓഫീസർമാരെ മാറ്റും. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സംവിധാനം അട്ടിമറിക്കപ്പെടും. അതുകൊണ്ടാണ് സുപ്രീം കോടതി റെലവൻ്റ് ആയിട്ടൊരു ചോദ്യം ഉന്നയിച്ചത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ മാറ്റാൻ സാധിക്കും? അങ്ങനെ മാറ്റിയാൽ ഇവിടെ പോലീസ് സംവിധാനം ഉണ്ടാവുകയില്ല. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആണ് സെൻകുമാർ പറഞ്ഞ ഞാൻ ചില കേസുകൾ അന്വേഷിച്ചപ്പോഴേക്കും ശ്രീ വരദരാജൻ, താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമല്ലോ. അതായത് മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, സാങ്കേതികമായി തന്നെയും നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. 2 വർഷം എന്നതാണ് കാലാവധി. 2 വർഷത്തിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് പോലീസ് മേധാവി അടക്കമുള്ള ആളുകളെ മാറ്റാം. പക്ഷേ അതിന് ഈ പ്രത്യേകമായിട്ടുള്ള സമിതിയുടെ അംഗീകാരം വേണം. നിങ്ങൾ സമിതിയുടെ അംഗീകാരം തേടിയിട്ടില്ല, നിങ്ങൾ 2 വർഷമാകുന്നതിന് മുമ്പ് മാറ്റുകയാണ് ചെയ്തത്. ആ സാങ്കേതികമായിട്ടുള്ള സംഗതികൾക്ക് മുന്നിൽ തന്നെ കോടതിക്ക് മുന്നിൽ നിങ്ങളുടെ കേസ് തോൽക്കാൻ പോവുകയാണ്. അതിനുമേലുള്ള അഡീഷണൽ കാര്യങ്ങളാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ. സാങ്കേതികമായിട്ട് പാലിക്കേണ്ടുന്ന സുപ്രീം കോടതിയുടെ ചട്ടങ്ങൾ, പോലീസ് ആക്ട് പോലുള്ള സംവിധാനങ്ങൾ നിങ്ങൾ പാലിച്ചിട്ടില്ല എന്നതാണ് വീഴ്ച. അത് രാഷ്ട്രീയമായിട്ടുള്ള ധാർഷ്ട്യം കൊണ്ടുണ്ടായതാണ് എന്നുകൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് ചോദിച്ചാൽ എന്താകും മറുപടി? ഇല്ല, അതിൽ കേരളത്തിൽ നിലവിലുള്ള പോലീസ് ആക്ട് പ്രകാരം ഇത്തരത്തിലൊരു ഡിസ്കഷൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഇത്തരം പോസ്റ്റുകൾ ഇരിക്കുന്ന ആളുകളെ മാറ്റാം. അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനല്ല തീരുമാനിച്ചത്. അദ്ദേഹത്തിന് മറ്റൊരു ചുമതല കൊടുത്തുകൊണ്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ പദവിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും തട്ടുന്ന ഒരു തീരുമാനവും സംസ്ഥാന ഗവൺമെൻറ് എടുത്തിട്ടില്ല. സുപ്രീം കോടതിയുടെ മുമ്പാകെ കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും
അതിൻ്റെ നിയമവശം തന്നെയായിരിക്കും പരിശോധിക്കുന്നത്. അതാണ് ശ്രീ വരദരാജൻ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് കോട്ടം തട്ടുന്ന ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം സമ്മതിക്കുന്നവരെയല്ലേ നിൽക്കുകയുള്ളൂ. അദ്ദേഹം കേസുമായി പോവുകയാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, എന്നെ വ്യക്തിപരമായിട്ട് ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിച്ചത്, അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഉന്നത സ്ഥാനത്ത് നിന്ന് മാറ്റിയത്, അത് വേണ്ട ചട്ടങ്ങൾ പാലിച്ചിട്ടല്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം സർക്കാർ അദ്ദേഹത്തോട് ക്രൂരമായി പെരുമാറിയെന്നാണ്. നിയമത്തിന് മുന്നിൽ തോൽക്കുകയാണ് ചെയ്യുക സർക്കാർ. അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വരും. അല്ല, അദ്ദേഹം തിരിച്ച് ഈ സ്ഥാനത്തേക്ക് വരും എന്നൊന്നും നമ്മൾ കാണണ്ട. അദ്ദേഹം ഫലത്തിൽ സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുള്ള, അദ്ദേഹത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള വാദങ്ങളും അദ്ദേഹം നൽകിയിട്ടുള്ള അഫിഡവിറ്റുമെല്ലാം തികച്ച ഒരു രാഷ്ട്രീയ കളി അദ്ദേഹം നടത്തുന്നതിൻ്റെ ലക്ഷ്യം തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിനെയും അത് നേതൃത്വം കൊടുക്കുന്ന CPIM-നെയും മുഖ്യമന്ത്രിയെയും വ്യക്തിപരമായി ആക്ഷേപിച്ച് ആരുടെയോ പ്രീതി സമ്പാദിച്ച് മറ്റെന്തോ സാധിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്നു എന്നല്ലാതെ ഇതിനു മുമ്പും കേരളത്തിൽ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ ഇത്തരം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ, കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിൽ പുതിയ BJP ഗവൺമെൻറ് വന്നപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ സ്ഥാനചലനം വന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നടപടികൾ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് കീഴിൽ ഇന്ത്യയിൽ എവിടെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയും, തമിഴ്നാട്ടിൽ തന്നെ നടന്ന ചെറിയ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളെല്ലാം മാറിയല്ലോ. അപ്പോൾ അതെല്ലാം മാറിയവരെല്ലാവരും പോയി കോടതിയിൽ പോയി എനിക്ക് നീതി നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം ഉന്നയിച്ച് കൊലപാതക കേസുകളുടെ എണ്ണമെടുത്ത് ഇത്തരത്തിൽ കേസ് വാദിക്കാൻ പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഒരു പ്രശ്നം താങ്കളിലേക്ക് ശ്രീ വരദരാജൻ. ശ്രീ പന്തളം സുധാകരൻ, ഒരു സർക്കാരിന് ഞങ്ങൾ വിചാരിക്കുന്ന തോതിൽ ഭരിക്കാൻ ഇന്ന ഉദ്യോഗസ്ഥരാണ് വേണ്ടത് എന്ന നിലപാടെടുക്കാൻ അധികാരമില്ലേ? അങ്ങനെ നിലപാടെടുത്ത് നിങ്ങൾ മാറി നിൽക്കൂ എന്നൊരാളോട് പറയുമ്പോൾ എന്നോട് രാഷ്ട്രീയമായിട്ട് എതിർപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണ് എന്ന് കേസ് നടത്തുന്നത് ഉദ്യോഗസ്ഥർക്ക് യോജിച്ച കാര്യമാണോ? അങ്ങനെ ചെയ്താൽ ഇത് മോശം കീഴ്വഴക്കങ്ങൾക്ക് കാരണമാവുകയില്ലേ? ഒരു മോശം കീഴ്വഴക്കം വന്നതുകൊണ്ടാണല്ലോ ശ്രീ സെൻകുമാർ ഉന്നത നീതിപീഠത്തെ സമീപിക്കാനിടയായത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു ഗവൺമെൻറ്റിൽ ജനാധിപത്യ പരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിന്, ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്യുന്നതിനുമൊക്കെയുള്ള മാൻഡേറ്റ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ UDF കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം പുതിയ ഗവൺമെൻറ്റുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ സത്യസന്ധനും യാതൊരു തരത്തിലുള്ള മറ്റ് കംപ്ലൈൻറ്റുകളും ഇല്ലാതെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഈ ഇരുട്ടടി പോലെ ഉത്തരവിറക്കി മാറ്റേണ്ട ഗതി ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. അതല്ലാതെ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, 2006 പറഞ്ഞിട്ടുണ്ട്, 2 വർഷം കഴിയാതെ ഒരു ഉദ്യോഗസ്ഥന്മാരെ മാറ്റരുത്. പ്രത്യേകിച്ച് പോലീസാണ് ഒരു രാജ്യത്തിൻ്റെ ക്രമസമാധാന നിലയ്ക്ക് നേതൃത്വം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറ്റ് ഉദ്യോഗസ്ഥന്മാരെ പോലെയല്ല. വളരെ കാര്യപ്രാപ്തിയുള്ളവരും വളരെ സത്യസന്ധതയോടുകൂടി നിഷ്പക്ഷതയോടുകൂടി പ്രവർത്തിക്കേണ്ടവരാണ്. എപ്പോഴും സദാ ജാഗരൂകരായിരിക്കേണ്ടവരാണ്. അപ്പോൾ അവർ അങ്ങനെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവരെ മാറ്റാനുള്ള അധികാരം നിലവിലിരിക്കുന്ന ഗവൺമെൻറ്റുണ്ട്. അത് LDF ആയാലും UDF-ലായാലും അത് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നേ ഇല്ല. ഇവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതുപോലെ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ലോ ആണോ ശ്രീ സെൻകുമാറിനെ മാറ്റിയതെന്നാണ് ചോദിച്ചത്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഉത്തരവൊക്കെ ഇനി ഗവൺമെൻറ് കോടതിയാണ് നൽകേണ്ടത്. ഇവിടെ ഒരു നൽകിയ ഈ നിരീക്ഷണം, സുപ്രീം കോടതി നൽകിയ നിരീക്ഷണം തീർച്ചയായും ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത പ്രഹരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ മാസം പറഞ്ഞു, സെൻകുമാർ രാഷ്ട്രീയം കളിക്കുകയാണ്. ഒന്നുകൂടെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം UDF രാഷ്ട്രീയം കളിക്കുകയാണ്. ഞാൻ വളരെ വിനീതമായി പറയട്ടെ, സെൻകുമാർ ഏതെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാകണം എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ അദ്ദേഹം UDF-കാരനാണെന്നോ LDF-കാരനാണെന്നോ ഉള്ള ഏതെങ്കിലും ഒരു അദ്ദേഹം UDF രാഷ്ട്രീയം കളിക്കുകയല്ല എന്നല്ലേ പറഞ്ഞത് ശ്രീ പന്തളം സുധാകരൻ? അദ്ദേഹം BJP-യോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന സൂചനയല്ലേ അദ്ദേഹം നൽകിയത്? അങ്ങനെയല്ലായിരുന്നോ? അദ്ദേഹം UDF രാഷ്ട്രീയം കളിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. UDF രാഷ്ട്രീയം കളിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. ഇവിടെ
എൻ്റെ അറിവിൽ അദ്ദേഹം സർവീസിൽ കയറിയ അന്ന് മുതൽ വളരെ അകന്നു നിന്നും അടുത്തും എനിക്കറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ASP ആയിരുന്നപ്പോഴും SP ആയിരുന്നപ്പോഴും കമ്മീഷണർ ആയിരുന്നപ്പോഴും IG ആയിരുന്നപ്പോഴും ഒടുവിൽ DGP ആയിരുന്നപ്പോഴും യാതൊരു വിധത്തിലുള്ള പരാതിയും അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിൽ പോലും എത്രയോ കേസുകൾ എടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും ഞങ്ങളാരും പരാതിപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ശ്രീ സെൻകുമാറിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അതായത് ശ്രീ P. ജയരാജൻ ഉൾപ്പെടെയുള്ള TP ചന്ദ്രശേഖരൻ വധക്കേസ്, കതിരൂർ മനോജ് കേസ്, അല്ലെങ്കിൽ ഷുക്കൂർ വധക്കേസ് തുടങ്ങിയ കേസുകൾ സത്യസന്ധമായി ഞാൻ അന്വേഷിച്ചപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിലേക്ക് അന്വേഷണം നീട്ടപ്പോൾ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ പകപോക്കൽ നടത്തി എൻ്റെ ഔദ്യോഗിക ജീവിതം തകർത്തു എന്ന് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഗൗരവത്തോടു കൂടി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ വരദരാജൻ, ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല എന്നത് നമുക്ക് മുന്നിലുണ്ട്. ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല. അക്കാര്യം കൊണ്ടാണ് കോടതിക്ക് ഇക്കാര്യം പ്രഥമ ദൃഷ്ട്യാ തന്നെ ശരിയായതല്ല എന്ന നിലപാടുണ്ടായത്. അത് വാക്കാൽ പരാമർശമായിട്ട് വന്നത്. ചട്ടങ്ങൾ പാലിക്കാത്തതിന് എന്താകും കാരണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥനോട് പകയുണ്ട്, വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമുണ്ട് എന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനെന്താണ് കാരണം? അതിന് കാരണം ഈ പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെട്ടിരിക്കുന്ന കേസ് പാർട്ടിയിലേക്ക് എത്തുന്ന വിധത്തിൽ, ആ നേതാക്കളിലേക്ക് എത്തുന്ന വിധത്തിൽ ഈ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് വിദ്വേഷം വന്നു. അതുകൊണ്ടാണ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണെങ്കിൽ പോലും ചട്ടങ്ങളൊന്നും നോക്കേണ്ടതില്ല, അയാൾക്കെതിരെ നടപടിയെടുത്തേക്കൂ എന്ന ധാർഷ്ട്യത്തോടു കൂടി സർക്കാർ ഇടപെട്ടത്. അതിനുള്ള തിരിച്ചടി ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. വിധിയുടെ രൂപത്തിൽ വരും ദിവസങ്ങളിലെത്തും എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലെ ഒറ്റ കാര്യമേ ഉള്ളൂ. സെൻകുമാർ അന്വേഷിച്ച ഈ കേസുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ഈ കേസിൽ പെടുത്തിയതിൽ ദുരുദ്ദേശപരവും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്നും നിരപരാധികളായിട്ടുള്ള ഒട്ടേറെ ആളുകളെ, പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ വധക്കേസ് മറ്റ് കേസുകളിലെല്ലാം ഞങ്ങൾ പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കേസുകളിൽ നിരപരാധികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ കേസിൽ പെടുത്തി. അത് സെൻകുമാർ പെടുത്തി എന്നൊന്നും ഞങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ കേസ് നടന്നത്. സെൻകുമാർ എന്നതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ കേസിൽ പ്രതിയാക്കിയതിനകത്ത് രാഷ്ട്രീയ ഗൂഢോദ്ദേശമുണ്ട്, CPIM-നെ തകർക്കുക എന്ന ലക്ഷ്യമുണ്ട് എന്ന് അന്നും ഇന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് എന്തെങ്കിലും സെൻകുമാറിനോട് വ്യക്തിപരമായ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. സെൻകുമാർ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വിരോധമല്ലായിരുന്നെങ്കിൽ ശ്രീ വരദരാജൻ, വ്യക്തിപരമായിട്ടുള്ള വിരോധമല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഈ ചട്ടം പാലിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് നിങ്ങൾക്ക് ചട്ടം പാലിച്ചുകൂടായിരുന്നോ? ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ 2 കൊല്ലം പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇരുന്നിരിക്കുന്ന കസേരയിൽ നിന്ന് മാറ്റുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന ആലോചന നടത്താതെ ഇത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻസിനും പോലീസ് ആക്ട് പോലുള്ള സംവിധാനങ്ങൾക്കും വിരുദ്ധമാണോ എന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ എന്തുകൊണ്ട് മാറ്റി? നിങ്ങളോട് മുൻവിധിയുണ്ട് എന്ന് കണക്കാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ കുറെ കൂടെ ആലോചിച്ചു വേണ്ടിയായിരുന്നില്ലേ തീരുമാനമെടുക്കാൻ? അപ്പോൾ അത്രക്ക് കടുത്ത പകയുണ്ടായിരുന്നു അദ്ദേഹത്തിനോട്. ആ പകയുടെ കണ്ണ് കാണാതായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരില്ലേ? ഇല്ല, ആ പറയുന്നതിനകത്ത് അടിസ്ഥാനമില്ല. അതിനകത്ത് ഒരു കാര്യത്തിൽ ഈ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അങ്ങനെ പരിശോധിക്കാതിരിക്കുന്നതിനുള്ള കാരണം നിലവിലുള്ള പോലീസ് ആക്ട് പ്രകാരം അത്തരം പരിശോധനകൾ അനിവാര്യമല്ല. അങ്ങനെ അല്ലാതെയും ഇത്തരം പോസ്റ്റുകളിലിരിക്കുന്ന ആളുകളെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലിയുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ലാത്ത തരത്തിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താനുള്ള അവകാശം ഉണ്ട് ഗവൺമെൻറ്റിന്. ആ അവകാശം ഇവിടെ വിനിയോഗിക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതി ഇന്നിപ്പോൾ നടത്തിയ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധി വരികയും അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യും എന്ന് നമ്മൾ ധരിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഒരു സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല, നാളെ ഏതൊരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു ഗവൺമെൻറ്റിനും ഇവിടെ ഭരിക്കാൻ സാധ്യമല്ല. മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ സെൻകുമാർ എത്രമാത്രം പക്ഷപാതിത്വമുള്ളയാളാണ്, രാഷ്ട്രീയ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്, എത്ര രാഷ്ട്രീയ വിരോധമാണ് അദ്ദേഹത്തിന് CPIM-നോടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ കോടതിയിൽ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റ്. അത് പത്രങ്ങളിൽ കൊടുത്തു, അത് മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചു.
അതെല്ലാം കാണിക്കുന്നത് അദ്ദേഹത്തിന് CPIM-നോടും അതിൻ്റെ നേതൃത്വത്തോടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വ്യക്തിപരമായ വിരോധമാണ്. ഞാൻ തിരിച്ചു വരാം മുഖ്യമന്ത്രി നിയമസഭയിൽ അത് ചൂണ്ടിക്കാണിച്ചത് വ്യക്തിപരമായിട്ടുള്ള അതൊരു മുൻവിധിയാണ് എന്ന് തന്നെ കരുതുക. ഈ സർക്കാരിന് ഇടതുപക്ഷത്തിന് സെൻകുമാറിനോടുള്ള ഒരു മുൻവിധിയാണ് എന്ന് തന്നെ കരുതുക. പക്ഷേ ആ മുൻവിധിക്ക് മേൽ അവർ അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചാൽ പിന്നെ ഒരു സർക്കാർ തനിക്ക് മേൽ ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നു എന്ന് വന്നാൽ അതിന് വഴങ്ങുക എന്നതല്ലേ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്? ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഉപകരണം തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് അത് ചെയ്ത് മാറി നിൽക്കുകയല്ലാതെ ഈ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയോട് മുൻവിധിയിൽ അധിഷ്ഠിതമായൊരു നിലപാടുള്ള ഞാൻ ആ സ്ഥാനത്ത് ഇരിക്കേണ്ടതല്ല എന്ന് സ്വയം മനസ്സിലാക്കി പിന്മാറുക എന്നതല്ലാതെ ഇതിനെ ചെന്ന് കോടതിയിൽ ചോദ്യം ചെയ്ത് ഈ ചട്ടം പാലിച്ചിട്ടില്ല എന്ന കാര്യം മുന്നോട്ട് വെച്ചൊരു പക്ഷേ തനിക്കനുകൂലമായ വിധി ഉണ്ടാക്കിയെടുത്താൽ തന്നെയും അത് മോശമായ കീഴ്വഴക്കങ്ങൾക്കിടയാക്കുകയില്ലേ എന്നത് ഉദ്യോഗസ്ഥൻ ആലോചിക്കേണ്ടതില്ല എന്നാണോ? അവർ പറയുന്ന ഒരു പോയിന്റ് ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയിട്ടില്ല എന്നാണ്. അത് വളരെ ശരിയാണ്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് എന്നെ DGP ആക്കിയേ തീരൂ, DGP ലോ ആൻഡ് ഓർഡർ നോക്കുന്ന DGP എന്നെ ആക്കണം എന്ന് വാശി പിടിക്കാൻ അവകാശമില്ല. സത്യത്തിൽ സെൻകുമാർ നല്ല ഉദ്യോഗസ്ഥനായിരിക്കാം, കാര്യക്ഷമതയുള്ളവനായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പൂർണ്ണ വിശ്വാസം ഇല്ലാത്ത ഒരാളെ പിടിച്ച് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയുടെ എല്ലാത്തിൻ്റെയും ടോപ്പ് ഓഫീസറായിട്ടുള്ള DGP ക്രമസമാധാനം ആയിട്ട് നിയമിക്കണം എന്ന് നിർബന്ധിക്കാൻ ആർക്കും അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ശ്രീ സെൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ വരദരാജനും മറ്റും ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിന് ശിക്ഷാ നടപടി ഒന്നും എടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിന് ഒരു കുഴപ്പവുമില്ല. അദ്ദേഹത്തിൻ്റെ DGP റാങ്കിനും യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതേ റാങ്കിൽ അതേ ശമ്പളത്തിൽ വേറൊരു സീറ്റിലേക്ക് മാറ്റിയിരുത്തിയെന്നേ ഉള്ളൂ. അത് അത്ര സെൻസിറ്റീവായി സെൻകുമാർ എനിക്ക് DGP ലോ ആൻഡ് ഓർഡർ DGP പദവി കിട്ടിയേ തീരൂ എന്ന് വാശി പിടിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥന് ഭൂഷണമല്ല. കാരണം അങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് പൊസിഷനിൽ ഇരിക്കണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും നിർബന്ധിതനാകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. എനിക്ക് ഏത് പദവിയും ഒരുപോലെ തന്നെ എൻ്റെ സ്ഥാനം സംരക്ഷിക്കപ്പെടണം, എനിക്ക് അർഹതയുള്ള ശമ്പളം കിട്ടണം, എനിക്ക് അർഹതയുള്ള മറ്റ് സൗകര്യങ്ങളുണ്ടാകണം. അതല്ലാതെ എനിക്ക് ഇന്ന സീറ്റിലിരിക്കണം എന്ന് വാദിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും സ്വയം വിധേയനായി തീരാനുള്ള സാധ്യതയുണ്ട്. ഈ കേസിൽ വാസ്തവത്തിൽ 2006 സുപ്രീം കോടതിയുടെ വിധിയല്ല അവസാന വാക്ക്. 2014 ഒരു പുതിയ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും. ആ 2014 ഉത്തരവിൽ ഓരോ പൊസിഷനിലും IAS, IPS, ഫോറസ്റ്റ് സർവീസ് ഇങ്ങനെയുള്ള ഓൾ ഇന്ത്യ സർവീസസിലെല്ലാം ഏത് പദവിയിലുള്ളയാളും സാധാരണഗതിയിൽ 2 കൊല്ലം ആ പദവിയിൽ ഇരിക്കാൻ അനുവദിക്കണം. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് അയാളെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു സിവിൽ സർവീസ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ആ ബോർഡിൻ്റെ ശുപാർശ അനുസരിച്ച് തീരുമാനിക്കണം. പക്ഷേ ആ ബോർഡ് ശുപാർശ ചെയ്യുന്ന വിധത്തിന് ശുപാർശ സ്വീകരിക്കാതെ നിഷേധിച്ച് ആ ശുപാർശ തള്ളിക്കൊണ്ട് ഉദ്യോഗസ്ഥനെ മാറ്റാൻ സംസ്ഥാന സർക്കാരിൻ്റെ പരിപൂർണ അധികാരമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ശ്രീ സെൻകുമാറിന് അനുകൂലമായ ഒരു വിധി സുപ്രീം കോടതി നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ശ്രീ വി രാജേഷ്. ഞാൻ തിരിച്ചു വരാം ശ്രീ സിറിയക് താങ്കളിലേക്ക്. ശ്രീ വി രാജേഷ്, ഇത് ഇത്തരം നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചട്ടങ്ങൾ പാലിക്കപ്പെടേണ്ടതൊക്കെ ആണെങ്കിലും ആത്യന്തികമായിട്ടുള്ള തീരുമാനം ഭരണ നേതൃത്വത്തിൻ്റെതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പറ്റിയ ഉദ്യോഗസ്ഥനല്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, അതിന് ഇന്ന കാരണങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇരിക്കേണ്ട എന്ന് പറഞ്ഞാൽ പോവുക എന്നത് തന്നെയാണ് ചെയ്യേണ്ടുന്ന കാര്യം. ഔചിത്യം എന്നൊരു സംഗതി കൂടെ ഉണ്ടല്ലോ. സെൻകുമാർ അത് പാലിക്കേണ്ടതായിരുന്നില്ലേ? അതായത് ഈ സർക്കാരിന് വേണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മാറിപ്പോവുക എന്നതല്ലാതെ ആ ഔചിത്യം പാലിക്കാതെ ഭരിക്കാൻ അനുവദിക്കാതെ കോടതിയിൽ പോവുക, കോടതി നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക, എന്നിട്ട് ഞാൻ ആ സ്ഥാനത്ത് ഇരുന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരിക. ഇതാണ് മോശം കീഴ്വഴക്കങ്ങൾക്ക് കാരണമാവുക എന്നത് കാണേണ്ടതല്ലേ? ഓർമ്മിക്കേണ്ടുന്ന ഒരു കാര്യം, നരേന്ദ്രമോദി സർക്കാർ ഗുജറാത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് എത്രയോ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് ബുദ്ധിമുട്ടുണ്ടായി പുറത്തിറങ്ങിപ്പോയിട്ടുണ്ട്. അദ്ദേഹം ഒഴിവാക്കി നിർത്തിയിട്ടുമുണ്ട്. അത് നിയമവിരുദ്ധമാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചോദ്യം ചെയ്യാമായിരുന്നല്ലോ. ഇവിടുത്തെ പ്രശ്നം ശ്രീ സെൻകുമാർ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കിയത് ഉദ്യോഗസ്ഥനെ മാറ്റുമ്പോഴേക്കും പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്.
ഇപ്പോൾ സിറിയക് തോമസ് സാർ പറഞ്ഞതിൻ്റെ അവസാനത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, സിവിൽ സർവീസ് ബോർഡുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് സെൻകുമാറിനെ മാറ്റിയത് എന്നുണ്ടെങ്കിൽ, ഞാനിവിടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ എന്നുള്ളതാക്കി ഞാൻ പറഞ്ഞു, അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് മാറ്റിയത് എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ഇന്ന് ആ ചോദ്യം ആ ക്വസ്റ്റ്യൻ റേസ് ചെയ്യുമായിരുന്നില്ല. സുപ്രീം കോടതി റേസ് ചെയ്ത ക്വസ്റ്റ്യൻ സെറ്റിൽഡ് പൊസിഷൻ പ്രകാശ് സിംഗ് കേസിലെ ഗൈഡ് ലൈൻസ് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് പാലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സെൻകുമാർ റേസ് ചെയ്യുന്ന പോയിന്റ് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചിട്ടില്ല. ഇവിടെ ശ്രീ വരദരാജൻ അദ്ദേഹം പറഞ്ഞല്ലോ, നിലവിലുള്ള KP ആക്ട് അനുസരിച്ച് എല്ലാം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിയമപരമായി നിൽക്കില്ലെന്നായിരിക്കും അദ്ദേഹം വിവക്ഷിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിയമപരമായി പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ല എന്നുള്ള ഒരു കേസ് സുപ്രീം കോടതി ഫയലിൽ സ്വീകരിക്കുമോ? ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ സുപ്രീം കോടതി ഈ കേസിൽ ഉന്നയിക്കുമോ? ഉന്നയിക്കില്ല. മറ്റൊന്ന്, ശ്രീ വരദരാജൻ അവർക്ക് അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, കേരള പോലീസ് ആക്ട് സെക്ഷൻ 24 അനുസരിച്ച് താങ്കളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. അതിൽ പറയുന്ന മാനദണ്ഡങ്ങൾ ഈ ഗവൺമെൻറ് പാലിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കൽ റീസൺസ് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെ പത്രത്തിൽ പറയാൻ, ചാനലിൽ ചർച്ച ചെയ്യാം. പക്ഷേ സുപ്രീം കോടതി കണ്ണൂരിൽ നടന്ന കൊലപാതകങ്ങളോ പൊളിറ്റിക്കൽ റീസൺസോ ഒന്നുമല്ല കൺസിഡർ ചെയ്യുന്നത്. അവർ പറഞ്ഞ തീരുമാനം നടപ്പിലാക്കിയില്ലെങ്കിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന അപകടമാണ്. വേറൊന്നുണ്ട്, തമിഴ്നാടും കേരളവും തമ്മിൽ മുല്ലപ്പെരിയാറിൽ തർക്കമുണ്ടായിരുന്നു. കേരള നിയമസഭ മാത്രം ഒരു നിയമം പാസ്സാക്കി. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേർ തമ്മിൽ തർക്കമുള്ളപ്പോൾ ഞങ്ങൾ പറയുന്നതാണ്, ഞങ്ങളുടെ തീരുമാനത്തിന് വിരുദ്ധമായ നിയമം ഉണ്ടാക്കാൻ നിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ കേരള പോലീസ് ആക്ട് കേരളത്തിൽ നടപ്പിലാക്കാം. പക്ഷേ അതിലെ പ്രിൻസിപ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കോ സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾക്കോ കോൺട്രഡിക്ടറി ആയി വന്നു കഴിഞ്ഞാൽ കേരള പോലീസ് ആക്ട് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതി ഡിസിഷൻ അല്ലെങ്കിൽ ഭരണഘടനയുടെ നിയമങ്ങൾ, അതാണ് പ്രിവെയിൽ ചെയ്യുന്നത്. ഇവിടെ വേറൊന്ന്, പുറ്റിങ്ങൽ കേസിൻ്റെ കാര്യം ശ്രീ വരദരാജൻ പരാമർശിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ വീഴ്ചകൾ പാളിച്ചകൾ വരുത്തിയ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. ഈ സർക്കാർ വന്നിട്ട് 8 മാസമായല്ലോ. അങ്ങനെ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീ സെൻകുമാർ മാത്രമല്ലല്ലോ. താഴേക്കുള്ള ADM-നെതിരെ ആക്ഷൻ എടുത്തോ, അവിടുത്തെ SI-ക്കെതിരെ ആക്ഷൻ എടുത്തോ, CI-ക്കെതിരെ എടുത്തോ, IG-ക്കെതിരെ എടുത്തോ, അവിടുത്തെ ADGP-ക്കെതിരെ എടുത്തോ. നിങ്ങൾ പറയുന്നത് സെൻകുമാറിനെ ഞങ്ങൾ വിഷമിപ്പിച്ചിട്ടില്ല. ഇല്ല. ശ്രീ വരദരാജൻ, സെൻകുമാർ ഈ പുറ്റിങ്ങൽ സംഭവത്തിൽ 2 ആളുകളെയാണ് അവിടുത്തെ അതിൻ്റെ സംഘാടകർ, പുറ്റിങ്ങൽ സംഭവത്തിൽ 2 ആളെയാണ് അവിടുത്തെ സംഘാടകർ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മൈക്കിലൂടെ അനൗൺസ് ചെയ്തത്. ഒന്ന് പീതാംബരക്കുറുപ്പ് MBയെയും മറ്റൊന്ന് സെൻകുമാറിനെയുമാണ്. എന്താണ് പീതാംബരക്കുറുപ്പിൻ്റെയും സെൻകുമാറിൻ്റെയും പേര് മാത്രം പരാമർശിച്ച് അവിടെ വലിയ നന്ദി പ്രകടനം നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? സെൻകുമാറിന് ഇതിനകത്തൊരു കൈയുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അപ്പോൾ അത് ഞാൻ പറയുന്നത്, ഇപ്പോൾ സെൻകുമാർ പുറ്റിങ്ങൽ സംഭവത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ദിശ വധക്കേസിൻ്റെ സംബന്ധിച്ചോ ഗവൺമെൻറ് അദ്ദേഹത്തിന് കൊടുത്ത നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ലാതെ സുപ്രീം കോടതി ഇപ്പോൾ ഓപ്പൺ കോർട്ടിൽ പറഞ്ഞ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മാറ്റിയത്. അങ്ങനെ മാറ്റിയാൽ ഇവിടെ സിവിൽ സർവീസ് നിലനിൽക്കുമോ, പോലീസ് നിലനിൽക്കുമോ എന്നൊക്കെ സുപ്രീം കോടതി ഓപ്പൺ കോർട്ടിൽ ചോദിക്കുന്നത് സുപ്രീം കോടതിയുടെ തന്നെ മുൻപുള്ള ധാരണകൾക്ക് വിരുദ്ധമാണ്. സുപ്രീം കോടതി തന്നെ കീഴ്ക്കോടതികളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഓപ്പൺ കോർട്ടിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തരുത്, വിധിന്യായം പുറപ്പെടുവിച്ചാൽ മതി. ശ്രീ പന്തളം സുധാകരൻ, ഇതിപ്പോൾ സെൻകുമാറിന് ഈ തനിക്കെതിരായി നടത്തിയ ചട്ടലംഘനങ്ങൾ അല്ലെങ്കിൽ തനിക്കെതിരെ നടപടിയെടുക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല എന്നത് മുന്നോട്ട് വെച്ചാൽ തന്നെയും കേസ് അദ്ദേഹത്തിന് അനുകൂലമായ തോതിൽ കൊണ്ടുവരാനൊക്കെ പറ്റിയേനെ. ശ്രീ VV രാജേഷ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ, കണ്ണൂരിലെ കൊലപാതക സംഭവങ്ങൾ അടക്കം മുന്നോട്ട് വെക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല, അത് ചെയ്യേണ്ടുന്ന അവസ്ഥയില്ലാഞ്ഞിട്ട് പോലും പക്ഷേ സെൻകുമാർ ആ പ്രശ്നം കൂടെ മുന്നോട്ട് വെക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം താങ്കൾ എന്തുകൊണ്ടാണ് കാണാതിരിക്കുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ UDF പാളയത്തിനകത്ത് ആണ് ഈ സെൻകുമാർ നിൽക്കുന്നത് എന്നല്ല പിണറായി വിജയൻ പറഞ്ഞത്. UDF പാളയത്തിനകത്തല്ല ഇപ്പോൾ, അദ്ദേഹം ആ പാളയം വിട്ട് പുതിയ പാളയം തേടുകയാണ് എന്ന് പിണറായി വിജയൻ ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ണൂരിലെ കൊലപാതകങ്ങൾ ഒരു സുപ്രീം കോടതി കേസിനകത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക, ഈ പറയുന്ന P ജയരാജൻ അടക്കമുള്ള ആളുകളുടെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അന്വേഷിച്ചതുകൊണ്ടാണ് തനിക്കെതിരെ ഈ നടപടി ഉണ്ടായത് എന്ന് കോടതിക്ക് മുമ്പാകെ സ്ഥാപിക്കാൻ ശ്രമിക്കുക, അതോട് ചേർത്ത് ആലോചിച്ച് നോക്കുമ്പോൾ ഈ പിണറായി വിജയൻ ഉത്തരവാദിത്തോടെ നിന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്ന വിമർശം, അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാളയം തേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇമ്മട്ടിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന സംഗതിക്ക് പ്രസക്തി കൂടി വരുന്നില്ലേ? ഈ പറയുന്ന കൊലപാതക സംഭവങ്ങളെയൊക്കെ മുന്നോട്ട് വെച്ച് തന്നോട് വ്യക്തിപരമായിട്ട് നേതാക്കൾക്കും ഈ പാർട്ടിക്ക് തന്നെയും വിദ്വേഷമുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ മോശം കാര്യമായി പോയി എന്ന് വിമർശിക്കേണ്ടുന്ന അവസരം വിനിയോഗിക്കാതിരിക്കുന്നത് ശരിയാണോ കോൺഗ്രസിന്? അല്ല, ഇതിൽ ഇങ്ങനെ ഒരു വിമർശനത്തിലേക്ക് സെൻകുമാറിനെ പോലെ ആളെ കൊണ്ട് എത്തിച്ചതിൻ്റെ കാരണക്കാരനാരാണ്?
മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ഇവിടെ നമ്മളാ വ്യക്തികളെ കളയും. ഇപ്പം ശ്രീ സെൻകുമാർ പറഞ്ഞതിൽ എന്താ തെറ്റ്? സെൻകുമാർ പറഞ്ഞത് താൻ DGP ആയിരുന്നപ്പോൾ ഒരാളാണ് കൊല്ലപ്പെട്ടത്. ഒന്നായാലും രണ്ടായാലും ഒരിക്കലും ഒരു കൊലപാതകം രാജ്യത്ത് ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആര് കൊലപാതകം നടത്തിയാലും ഞങ്ങളതിനെ അംഗീകരിക്കുന്നില്ല, പാടില്ല. അതേസമയം ഈ കഴിഞ്ഞ 8-9 മാസത്തിനുള്ളിൽ 9 കൊലപാതകം കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ആലോചിക്കുക, ആഭ്യന്തരമന്ത്രിയുടെ. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ആ ജില്ലയിൽ തന്നെ ഇത്രയും നാളിനുള്ളിൽ 4-5 ഉദ്യോഗസ്ഥർ 4 ആണെന്ന് തോന്നുന്നു SP-മാരെ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടുള്ള സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഉദ്യോഗസ്ഥന്മാരെ അടിക്കടി മാറ്റിയാൽ അവരുടെ മനോവീര്യം തകരും. അവർ പാവകളെപ്പോലെ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് തങ്ങളെ മാറ്റുന്നത് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ക്രമസമാധാനമെല്ലാം പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥന് അതിന് കഴിയാതെ പോകുന്നു എന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് പഴയ തമിഴ്നാട് ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഴയകാല ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിരുന്ന ഒരു പരാതി എന്താണ്? ആ ഗവൺമെൻറ് താഴെ പോകാനുള്ള കാരണം തന്നെ സെൽഫ് ഭരണം. ആ സെൽഫ് ഭരണത്തിലേക്ക് പോലീസിനെ കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഏത് ഉദ്യോഗസ്ഥനെ ആയാലും ആ ഉദ്യോഗസ്ഥൻ ഇഷ്ടപ്പെട്ട പോസ്റ്റിലേക്ക് ഒരു ഗവൺമെൻറ് ഇരുത്തണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അത് ഗവൺമെൻറ്റാണ് തീരും. ഗവൺമെൻറ്റിന് വിശ്വാസവും ഉത്തമ താല്പര്യവുമുള്ള ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഒരു അർദ്ധരാത്രിക്ക് ഇരുട്ടടി പോലെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് കൊണ്ട് തന്നെയാണ് ശ്രീ സെൻകുമാറിനെ പോലെയുള്ള, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതുവരെ യാതൊരു ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജിഷാവധ കേസും അതുപോലെ തന്നെ പുറ്റിങ്ങൽ സംഭവമൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചത് LDF ആണ്. അപ്പോൾ അവർക്ക് അതുമായി തുടർന്ന് ബന്ധം വരുമ്പോൾ അതിൻ്റെ പേരിലൊക്കെ അവരുടെ ഗവൺമെൻറ് വരുമ്പോൾ തീർച്ചയായും ഇതിനെ ന്യായീകരിക്കുകയും അന്ന് അതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാരെ കരുതേവിച്ച് ജനമധ്യത്തിൽ അവഹേളിക്കുകയും ചെയ്യേണ്ടത് അവരുടെ കടമയാണ്. ആ രാഷ്ട്രീയപരമായ നെറികെട്ട കടമയാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. അതാണ് ശ്രീ ഭരതരാജൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഈ ചട്ടലംഘനം അദ്ദേഹം പറയുന്നിടത്ത് നിന്ന്, അതായത് ഈ ചട്ടലംഘനം നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചാണോ എന്നതൊക്കെ മാറ്റി നിർത്തിയാൽ ഈ രാഷ്ട്രീയം, അദ്ദേഹം കോടതിക്കകത്ത് രാഷ്ട്രീയം ഉന്നയിച്ചല്ലോ, ഈ രാഷ്ട്രീയ പ്രശ്നം നോക്കിയാൽ തന്നെയും അദ്ദേഹം പറയുന്നിടത്താണ് കാര്യങ്ങൾ ശരിയായിരിക്കുന്നത് എന്ന തോന്നൽ പുറത്തേക്കുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന കൊലപാതകം, ഞാൻ DGP ആയിരുന്ന കാലത്ത് ഒരു കൊലപാതകം മാത്രമാണ് നടന്നത്. അതിനുശേഷം 9 കൊലപാതകങ്ങൾ ഈ കണ്ണൂരിൽ മാത്രമായിട്ട് രാഷ്ട്രീയ സംഭവങ്ങളുടെ ഭാഗമായിട്ട് നടന്നു. ഞാൻ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും രാഷ്ട്രീയ അതിക്രമങ്ങൾക്കുമെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചു. രാഷ്ട്രീയ നേതാക്കൾ, CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ അടക്കമുള്ള ആളുകൾക്കെതിരെ അവരിലേക്ക് അന്വേഷണം എത്തുന്ന വിധത്തിലേക്ക് ശക്തമായിട്ടും സധൈര്യവും മുന്നോട്ട് പോയതുകൊണ്ട് ആ കാലത്ത് അതിക്രമ സംഭവങ്ങൾ കുറവായിരുന്നു. എന്നെ അങ്ങോട്ട് മാറ്റി. അതോടുകൂടി എന്ത് സംഭവിച്ചു? 9 കൊലപാതകങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത്. എന്നെ മാറ്റിയതിനു ശേഷം വളരെ വളരെ വ്യക്തമായിട്ട് കോടതിക്കും നാട്ടുകാർക്കും ബോധ്യമാകുന്ന ഒരു കണക്കാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള അതിക്രമ സംഭവങ്ങളിൽ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തെ മാറ്റി. അതിനെ ചട്ടമൊന്നും നോക്കിയിട്ടില്ല. ഇതാണ് വസ്തുത. അത് വസ്തുതയല്ല. അദ്ദേഹം പറയുന്ന കണ്ണൂരിൽ മരിച്ച 8 ആളുകൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാ മരിച്ചതെന്ന് കണക്കെടുക്കട്ടെ. ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങളും അല്ലെങ്കിൽ സംഘർഷങ്ങളും ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ തന്നെ, ഇപ്പോൾ അമ്പല ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ 1-2 കൊലപാതകങ്ങൾ നടന്നല്ലോ. അപ്പോൾ ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത് മാർക്സിസ്റ്റുകാരാണ് കൊന്നത് എന്ന തരത്തിൽ വരുത്താനാണല്ലോ അദ്ദേഹം ശ്രമിച്ചത്. എന്നദ്ദേഹം പറഞ്ഞില്ല. ഞാൻ പോലീസായിട്ടിരിക്കുമ്പോൾ, ഞാൻ പോലീസ് മേധാവിയായിട്ടിരിക്കുമ്പോൾ ഇവിടെ കൊലപാതക സംഭവങ്ങൾ കുറവായിരുന്നു. രാഷ്ട്രീയ നോക്കാതെ ഞാൻ നടപടിയെടുക്കുന്നത് കൊണ്ട്. ഇതിപ്പോൾ ആരെ കൊല്ലുന്നു എന്നത് മറ്റൊരു വിഷയമാണ്, അതല്ല. പക്ഷേ ഈ കൊലപാതക സംഭവങ്ങൾ ഉണ്ടാകുന്നു ഞാൻ അങ്ങോട്ട് മാറിയപ്പോൾ എന്നത് ഈ പറയുന്നതിൽ കർക്കശമായിട്ട് രാഷ്ട്രീയം നോക്കാതെയുള്ള നടപടി എടുക്കുന്ന ആളല്ല എനിക്ക് ശേഷം വന്നത് എന്നതുകൊണ്ടാണ്. അല്ല, അതിൽ ഇപ്പോൾ നമുക്ക് ആകെയുള്ള കൊലപാതകങ്ങളുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെയോ അല്ലെങ്കിൽ 5 വർഷക്കാലത്തെയോ കൊലപാതകങ്ങൾ, അതിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏതെല്ലാം ഭാഗത്തും അങ്ങനെയുള്ള ഒരു കണക്കൊന്നും എടുക്കുന്നില്ലല്ലോ. ഇത്തരം കണക്കെടുക്കാനും അത് വെച്ച് വാദിക്കാനും ഈ ഉദ്യോഗസ്ഥനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതൊന്നുമല്ല. നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ ലിസ്റ്റ് എടുക്കുക, എന്നിട്ട് അതിൽ എൻ്റെ കാലത്ത് എത്ര ഉണ്ടായി, മറ്റുള്ളവരുടെ കാലത്ത് എത്ര ഉണ്ടായി
എന്ന് കണക്കെടുക്കാൻ ഈ ഉദ്യോഗസ്ഥനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയോ? അതിവിടെ അന്വേഷിക്കാൻ മറ്റ് സംവിധാനങ്ങളുണ്ട്. ആ നിലയിൽ ആ കാര്യങ്ങൾ അന്വേഷിക്കും. മനഃപൂർവ്വമായി ആ കൊലപാതകങ്ങളെല്ലാം മാർക്സിസ്റ്റുകാർ നടത്തിയത് വായ് മൂടിക്കെട്ടുകയല്ലോ. ഉദ്യോഗസ്ഥനെ തോന്നിയതുപോലെ എന്ത് കാര്യങ്ങളും വിളിച്ചു പറയാനല്ലല്ലോ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ. അങ്ങനെ അവിടെയാണ് ശ്രീ പന്തളം സുധാകരൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രസക്തമാവുക. ശ്രീ വരദരാജൻ, അവിടെയാണ് പന്തളം സുധാകരൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രസക്തമാവുക. എന്താണെന്ന് വെച്ചാൽ, ഇതൊരു മോശം അവസ്ഥയാണെങ്കിൽ ഈ മോശം അവസ്ഥയ്ക്ക് കാരണക്കാരാണ്? ആരാണ് ഇതൊക്കെ വിളിച്ചു പറയാൻ, കോടതിയിൽ പോയി വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തത്? നിങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചട്ടങ്ങൾ പാലിക്കാതെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി. നിങ്ങൾക്ക് മാറ്റണമായിരുന്നെങ്കിൽ എല്ലാ ചട്ടങ്ങളും പാലിച്ച് നാളെ കോടതിയിൽ ഇതൊരു നിയമ പോരാട്ടത്തിന് ഇട നൽകുകയില്ല എന്നത് കണ്ട് ഈ പറയുന്ന പോലീസ് ആക്ട് പാലിച്ച് സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് ആ പ്രത്യേക സമിതിക്ക് മുമ്പാകെ ഇന്ന കാരണത്താൽ ഞങ്ങൾ 2 കൊല്ലം മുമ്പേ മാറ്റുന്നു എന്ന് പറഞ്ഞ് അവരുടെ സമ്മതം വാങ്ങിച്ച് ഈ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വേണമായിരുന്നു നിങ്ങൾ മാറ്റാൻ. ആ അവസരം ഉണ്ടാക്കി കൊടുത്ത ആരാണ്? നിങ്ങളാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കൂ. പിണറായി വിജയന് സെൻകുമാറിനോട് വിദ്വേഷമുണ്ട്, അങ്ങ് മാറ്റിയേക്കോ എന്ന് ധാർഷ്ട്യത്തോടെ പറഞ്ഞു. അതല്ലേ ഉണ്ടായത്? ഇല്ല, അദ്ദേഹം അല്ല, ഞാൻ ചോദിക്കുന്നത് ചട്ടലംഘനം ഉണ്ടായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേസ് കൊടുത്ത് വാദിക്കട്ടെ. ചട്ടലംഘനത്തിന് പുറമെ കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനും കടന്നാക്രമിക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിന് ചട്ടലംഘനമോ പോസ്റ്റ് തിരിച്ചു കിട്ടുന്നതിനേക്കാളോ പ്രധാനം CPIM-നെ ആക്രമിക്കുക എന്നുള്ള ഗൂഢമായ ശ്രമമാണുള്ളത്. ആ ശ്രമം അദ്ദേഹം നടത്തുന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. പുതിയ പാളയം തേടുന്നതിൻ്റെ ഭാഗമാണ്. അതാണ് രാജേഷ് ഇപ്പോൾ ഇവിടെ വലിയ തോതിൽ ഈ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് വലിയ തോതിൽ വായ് മൂടിക്കെട്ടാൻ നിങ്ങൾക്ക് അധികാരം തന്നെന്ന് എന്നോട് ചോദിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വായ് മൂടിക്കെട്ടാനോ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിന് ഇരുന്ന പദവിയിൽ നിന്നും പോസ്റ്റിൽ നിന്നും അതേ സെയിം പദവിയിൽ അദ്ദേഹത്തിന് മറ്റൊരു സ്ഥാനം നൽകി. അത് നമ്മുടെ രാജ്യത്തെ ഒരു കീഴ്വഴക്കമാണ്, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനകത്തൊന്നും വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സുപ്രീം കോടതിക്ക് ഇന്നത്തെ ജനാധിപത്യ ഭരണ സംവിധാനത്തിന് കീഴിൽ തെറ്റുണ്ടായി അല്ലെങ്കിൽ നിയമലംഘനം ഉണ്ടായി എന്ന് വേണമെങ്കിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചാൽ പോലും സെൻകുമാർ ആവശ്യപ്പെടുന്നത് പോലെ തിരിച്ച് ക്രമസമാധാന പാലനത്തിൻ്റെ 1 വർഷക്കാലത്തേക്കും കൂടി അദ്ദേഹത്തിന് ഈ പോസ്റ്റിലേക്ക് വരണം എന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കാനേ പോകുന്നില്ല. ക്രമസമാധാന പാലനത്തിൻ്റെ തലപ്പത്തേക്ക് അദ്ദേഹം വരിക എന്നതുണ്ടാവുകയില്ല ശ്രീ BV രാജേഷ്. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെയും അതറിയാമായിരിക്കും ഈ സർക്കാരിൻ്റെ കാലത്ത് തിരിച്ചു വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവുകയില്ല. അവിടെയാണ് പുതിയ പാളയം തേടൽ എന്ന പ്രയോഗം പിണറായി വിജയൻ്റെ ഇപ്പോൾ ശ്രീ വരദരാജൻ ആവർത്തിച്ച ആ പ്രയോഗത്തിന് സാങ്കത്യം വരുന്നത്. നിങ്ങൾക്കൊപ്പം ചേരാനുള്ള ശ്രമമാണ്. എന്തുകൊണ്ടെന്നാൽ കണ്ണൂരിലെ രാഷ്ട്രീയ അതിക്രമങ്ങൾ താങ്കൾ തന്നെയും അത് പറഞ്ഞു, അത് ഈ കേസിന് സെക്കൻഡറിയാണ്. പക്ഷേ അത് അദ്ദേഹം എടുത്ത് മുന്നോട്ട് വെക്കുന്നത് ആ വിഷയത്തിന് ഇപ്പോൾ രാജ്യത്താകമാനമുള്ള ഒരു സ്വീകാര്യതയുണ്ട്. അതാണ് തൻ്റെ സ്ഥാനം തെറിക്കലിന് കാരണം. തന്നോട് പകപോക്കുകയാണ്. ഈ പോയിന്റിനെ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് തിരിച്ചു വന്ന് DGP സ്ഥാനത്ത് ഇരിക്കാനല്ല, ഈ കോടതിയിലെ പോരാട്ടത്തിൽ വിജയിച്ച് വിജയശ്രീലാളിതനായിട്ട് വന്നിട്ട് ഈ നാട്ടിലെ ക്രമസമാധാനത്തെ അങ്ങ് പാലിച്ചു കളയാമെന്ന് വിചാരിച്ചിട്ടല്ല, രാഷ്ട്രീയമായിട്ട് പുതിയ പാളയത്തിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള തന്ത്രപൂർവ്വമായിട്ടൊരു കാര്യം നടത്തിയാണ്. അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും ആർക്കും ആവുകയില്ല. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സനീഷ്, ഈ വിഷയം ഉയർന്നു വന്നുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം തരണം. അതായത് ആ ഒരു വില കുറഞ്ഞ ആരോപണം നിയമസഭയിൽ പറഞ്ഞത് പിണറായി വിജയൻ്റെ എസ്കേപ്പിസത്തിൻ്റെ ഭാഗമാണ്. TP സെൻകുമാർ ഒരിക്കലും BJP ആയിരുന്നിട്ടില്ല. BJP ആകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുമില്ല. ഇവിടെ നേരത്തെ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ. TP സെൻകുമാർ എന്തിനും കടിച്ചു തൂങ്ങണം, ലോ ആൻഡ് ഓർഡർ DGP തന്നെ ആകണമെന്ന് വാശി പിടിക്കുന്നു. ഇവിടെ അദ്ദേഹത്തെ മാന്യമായിട്ട് ഈ ഗവൺമെൻറ് മാറ്റാമായിരുന്നു. ഈ ഗവൺമെൻറ് അദ്ദേഹത്തോട് പറയാം, ഞങ്ങൾക്ക് താങ്കളെക്കാൾ കൂടുതൽ വിശ്വാസം മറ്റൊരു ഉദ്യോഗസ്ഥനാണ്. അവർക്ക് അദ്ദേഹത്തിൻ്റെ സ്കെയിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ട് അവർക്ക് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചുമതലയിലേക്ക് മാറ്റാമായിരുന്നു. ഇവിടെ ചെയ്തത് എന്താ? അദ്ദേഹത്തെ ആദ്യം ഇവർ ഡീഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് അദ്ദേഹം മറ്റൊന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ചർച്ചയിൽ ആരും തന്നെ ശ്രീ സെൻകുമാർ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം അഴിമതിയുടെ ഒരു കറപുള്ളാത്ത ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ വിശ്വാസമില്ലാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നോ? അപ്പോൾ അദ്ദേഹത്തിന് കൂടിയ സ്കെയിൽ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പദവിയിലേക്ക് സംസാരിച്ചുകൊണ്ട് മാറ്റാമായിരുന്നു. കള്ളന്മാരെ ചെയ്യുന്നത് പോലെ ഒരു ദിവസം രാത്രി കൊണ്ട് ഇത്രയും കാലം ഒരു നല്ല പോസിറ്റീവ് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനെ അപമാനിച്ചതിനെതിരായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. മറ്റൊന്നുണ്ട്, ഇവിടെ ഒരു BJP ബന്ധമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തന്നെ പിണറായി വിജയൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള കളികളുടെ ഭാഗമാണ്. വേറൊരു കാര്യം, സുപ്രീം കോടതിയിൽ
നിങ്ങൾ ഈ കേരള ഗവൺമെൻറ് ഫയൽ ചെയ്തിരിക്കുന്ന ഒരു അഫിഡവിറ്റ് ബേസ്ഡ് ഓൺ മീഡിയ റിപ്പോർട്ട്, മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോം സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ശ്രീ പിണറായി വിജയന് ഞാനാണ് പാർട്ടി, ഞാനാണ് ഗവൺമെൻറ്, ഞാനാണ് കോടതി, ഞാനാണ് ജഡ്ജി എന്നുള്ളൊരു ധാർഷ്ട്യമുണ്ടല്ലോ. ആ ധാർഷ്ട്യത്തിൽ അടിസ്ഥാനമായി എടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഗവൺമെൻറ് വെട്ടി വീണത്. സിറിയക് തോമസ് സാർ പറഞ്ഞത് വസ്തുത ചെറിയൊരു പിഴവുണ്ട്. സിവിൽ സർവീസ് ബോർഡിൻ്റെ കൺസെൻറ്റ് വേണമെന്ന് സാർ പറഞ്ഞു. എനിക്ക് കിട്ടിയ ഈ ഇടവേള വെച്ച് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ആ സിവിൽ സർവീസ് ബോർഡ് ഇപ്പോൾ നിലവിലില്ല. അത് സുപ്രീം കോടതി ക്വാഷ് ചെയ്തു. സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് പിന്നെ വേറൊരു കാര്യം ചോദിച്ചു, സെൻകുമാർ എന്തിനാണ് കണ്ണൂർ വിഷയങ്ങൾ ഈ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയത്? എൻ്റെ സനീഷേ, ഒരു കക്ഷി ഒരു കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ തോക്കാനാണോ ഫയൽ ചെയ്യുന്നത്? അദ്ദേഹം ലീഗൽ പോയിന്റ്സ് പറഞ്ഞു, എന്നെ നടപടിക്രമങ്ങൾ പാലിക്കാതെ മാറ്റി. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പറയും. അത് വസ്തുതയല്ലേ? അദ്ദേഹം സ്റ്റേറ്റ് ചീഫ് ആയിരുന്നപ്പോഴേക്കും ഒരൊറ്റ രാഷ്ട്രീയ കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അതിനുശേഷം 9 കൊലപാതകങ്ങൾ നടന്നു. ഞാൻ DGP ആയിരുന്നപ്പോൾ കിട്ടിയതിലപ്പുറം ഒരു ചെറിയ എവിഡൻസ് പോലും ജിഷാവധ കേസിൽ കിട്ടിയിട്ടില്ല. പുറ്റിങ്ങൽ കേസിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഒന്നും വാസ്തവ വിരുദ്ധമല്ലേ? എന്തുകൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞുകൂടാ? അതാണ് അത് വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ് ശ്രീ വി രാജേഷ്. താങ്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റാണ്. സ്വാഭാവികമായിട്ടും ഒരു കേസിനകത്ത് അദ്ദേഹത്തിന് വിജയിക്കാനുള്ള പോയിന്റുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കും. അത് മതിയായൊരു പോയിന്റാണ് താനും. അദ്ദേഹത്തിന്റെ കാലത്ത് ഇത്രമാത്രം രാഷ്ട്രീയ അതിക്രമങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായിട്ടില്ല എന്നത് അദ്ദേഹത്തിന് അനുകൂലമായി വെക്കാവുന്ന ഒരു പോയിന്റ് തന്നെയാണ്. വളരെ കൃത്യമാണ്. ശ്രീ പന്തളം സുധാകരൻ, നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം, ഈ വിധി അദ്ദേഹത്തിന് അനുകൂലമായി വരുന്നു എന്ന് കരുതുക. ഈ ഓപ്പൺ കോർട്ടിൽ ഇതുവരെ മുന്നോട്ട് വെക്കപ്പെട്ടിരിക്കുന്ന വസ്തുതകളുടെ പേരിൽ കോടതി നടത്തിയിരിക്കുന്ന ഒരു പരാമർശം ഇതിൻ്റെ അന്തിമ വിധിയൊന്നുമല്ലല്ലോ. കാര്യങ്ങൾ ഏത് വിധത്തിലും വന്നേക്കാം. പക്ഷേ ഒരു ഊഹത്തിൻ്റെ ഒരു കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി വരിക എന്നതുണ്ടായി എന്ന് കരുതുക. അദ്ദേഹം തിരിച്ചു വന്ന് ഈ സംസ്ഥാനത്തിൻ്റെ DGP ആയിട്ടിരിക്കുക എന്നത് സാധ്യമായിട്ടുള്ള കാര്യമാണോ? ആദ്യം വിധി വരട്ടെ. വിധി അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹം സർവീസ് ജോയിൻ ചെയ്തേ മതിയാകൂ. പക്ഷേ ഏത് സ്ഥാനത്ത്, അതായത് ഏത് കസേരയിൽ ഇരുത്തണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അത് ഞങ്ങൾ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് ശ്രീ സെൻകുമാറിനായാലും എത്ര പ്രഗത്ഭനായ മറ്റാർക്കായാലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് ഗവൺമെൻറ്റാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ അവകാശം തന്നെയാണ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ, അതായത് ഇഷ്ടമില്ലാത്ത ഏതെല്ലാം തരത്തിൽ അവഹേളിച്ച് പുറത്താക്കി അപമാനിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹത്തെ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ഒരു ഉദ്യോഗസ്ഥനായിട്ടിരിക്കുമ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പ്രവൃത്തിയിലുണ്ടാകാൻ പാടില്ല എന്ന കാര്യത്തിൽ അത് സംശയമില്ല. ഇവിടെ UDFൻ്റെ ഭരണകാലം മുതൽ തന്നെ ശ്രീ സെൻകുമാറിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് CPMന് അവരധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ വെച്ച് ഉറപ്പിച്ചില്ല. ഇതാണ് സംഭവം. അതിനുള്ള ന്യായീകരണം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വെപ്രാളപ്പെട്ട് നടക്കുന്നത്. ആ ന്യായീകരണം എത്രത്തോളം പറഞ്ഞാലും അത് വിലപ്പോയില്ല. ഇത് സെൽഭരണത്തിന് വേണ്ടി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനെ, തങ്ങളുടെ ഒരു റോബോട്ടിനെ വേണം. ആ ഒരു റോബോട്ടിൻ്റെ ഒരുപക്ഷെ സെൻകുമാറിലൂടെ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തെ മാറ്റിയത്. തിരിച്ചു വന്നാലും ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സെൻകുമാറിന് അനുകൂലമായ ഒരു വിധി നൽകിയാലും ഈ DGP കസേരയിൽ അദ്ദേഹത്തെ ഇരുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. വളരെ നന്ദി ശ്രീ പന്തളം സുധാകരൻ ഞങ്ങളോട് സംസാരിച്ചു. അവസാനമായി ശ്രീ പി സി സിറിയക്, ഇത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഒരു DGP സ്ഥാനത്തിരുന്ന ആൾ സർക്കാരുമായിട്ട് കേസിന് പോയിരിക്കുന്നു. ആ കേസിൽ അദ്ദേഹം പറയേണ്ടതില്ല എന്ന് പുറത്ത് തോന്നലുണ്ടാക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നു. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ക്ഷതപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കുക എന്നതിന് ഈ നിയമപോരാട്ടം മാത്രമേ പോംവഴിയായിട്ടുള്ളൂ എങ്കിൽ ഇതൊരു മോശം അല്ലെങ്കിൽ ശരിയല്ലാത്ത അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു കാര്യമായാൽ തന്നെയും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ന്യായീകരിക്കാവുന്നതല്ലേ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന കസേരയിലേ ഞാൻ ഇരിക്കൂ എന്ന് ശഠിക്കേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് DGPയുടെ റാങ്ക് ഉണ്ട്, ശമ്പളത്തിൽ ഒരു കുറവുമില്ല, പുതിയ പൊസിഷനിൽ ആ പൊസിഷനും DGP പൊസിഷനും തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എനിക്ക് ഈ കസേരയിൽ തന്നെ ഇരിക്കണമെന്ന് അദ്ദേഹം വാശി പിടിക്കുന്നത് യാതൊരു വിധത്തിലും ഒരു 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 ഭംഗിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു മനോഹരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
അദ്ദേഹത്തിന് താൻ പീഡിതനായി എന്ന് തോന്നിയേക്കാം. ഉദ്യോഗസ്ഥന്മാരങ്ങനെ സെൻസിറ്റീവ് ആകേണ്ട ആവശ്യമില്ല. പലപ്പോഴും പീഡിതരാകുന്ന സാഹചര്യം ഉണ്ടാകുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സത്യസന്ധരായ രാഷ്ട്രീയക്കാരുടെ ആ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും കാശുണ്ടാക്കണം, അഴിമതി നടത്തണം എന്നുദ്ദേശിക്കുന്നവരാണ് ഇന്നിപ്പോൾ മുൻപിൽ നിൽക്കുന്നതെല്ലാം. അപ്പോൾ അത്തരക്കാരുടെ ഒരു കാര്യത്തിൽ ഒരു സിവിൽ സർവീസിൽ സത്യസന്ധമായി ഭരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ചെറിയ സ്ഥാനം മാറ്റങ്ങൾ കണ്ട് വിരളുകയോ അസ്വസ്ഥനാകുകയോ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഈ പുതിയ സ്ഥാനം ഞാൻ വഹിക്കും, അല്ലെങ്കിൽ അത്ര വലിയ പ്രതിഷേധമുണ്ടെങ്കിൽ ഞാനിതാ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് പിരിയുക. അങ്ങനെ പിരിഞ്ഞവരാണ് പല ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. ഞങ്ങൾ പലരും അങ്ങനെ പിരിഞ്ഞവരാണ്. അതുകൊണ്ട് അതൊന്നും ഇങ്ങനെ ഒരു കേസിന് പോവുകയും എനിക്ക് ഇന്ന സ്ഥാനം തന്നെ തരണം എന്ന് വാദിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മാന്യത അത് നഷ്ടപ്പെടുത്തുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് എൻ്റെ സംശയം. വളരെ നന്ദി. ശ്രീ പന്തളം സുധാകരൻ, താങ്കൾ എന്തോ പറയാൻ ശ്രമിച്ചു. നമുക്ക് അവസാനിപ്പിക്കാം, സമയക്കുറവുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാരിൽ ഈ മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ട്. എത്രയോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണവും കേസുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ വി രാജേഷ്, താങ്കൾക്ക് പറയാം. സനീഷ്, സിറിയക് സാർ പറഞ്ഞത് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സമീപിക്കാൻ വേണ്ടി സുപ്രീം കോടതി എന്താ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? വേറൊന്നുണ്ട് ഇവിടെ. അല്ലല്ല, റിട്ടയർമെന്റിന് ശേഷം വീണ്ടും ഗവൺമെന്റ് കസേരകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അടിമപ്പണി ചെയ്തുകൊണ്ട് പുറത്തു പോകുന്നത്. നട്ടലുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രതികരിക്കും, അവർ കേസിൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ടി പി സെൻകുമാറിന്റെ നിലപാട് വന്നത് എന്തുകൊണ്ടാണ് ശ്രീ വി രാജേഷ് അങ്ങനെ തോന്നുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. രണ്ട് വശവും അവിടെ ഉണ്ട്. അദ്ദേഹം കേസ് നടത്തുകയാണ്. കേസ് ഏത് നിലക്കാണ് വിധി വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഒരു ഔദ്യോഗിക കുറവ് അവിടെ ഉണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വളരെ നന്ദി ശ്രീ വി രാജേഷ്. താങ്കൾ മുന്നോട്ട് വെക്കേണ്ടുന്ന പോയിന്റുകൾ വളരെ വൃത്തിയായും വ്യക്തമായും വെച്ചു. വളരെ നന്ദി അതിന്. ശ്രീ PC സിറിയക്, ശ്രീ വി രാജേഷ്, ശ്രീ പന്തളം സുധാകരൻ, ശ്രീ K വരദരാജൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. പ്രൈം ഡിബേറ്റ് പൂർത്തിയാവുകയാണ്. അതിനു മുമ്പ് പ്രധാന വാർത്തകളിലേക്ക്. ടി പി സെൻകുമാറിന്റെ സ്ഥാനമാറ്റത്തിൽ സർക്കാരിന് സുപ്രീം കോടതിയുടെ വിമർശം. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്താൽ പോലീസിൽ ആരും ശേഷിക്കില്ലെന്ന് സുപ്രീം കോടതി. ഇടത് സർക്കാർ രാഷ്ട്രീയ പക തീർക്കുന്നുവെന്ന് സെൻകുമാർ. സംസ്ഥാന സർക്കാരിനും DGPക്കും നോട്ടീസ്. UDF സർക്കാരിന്റെ കാലത്തെ വിവാദ ഉത്തരവുകൾ നിയമം ലംഘിച്ചെന്ന് CAG റിപ്പോർട്ട്. കടുമക്കുടിയിലും മെത്രാൻകായലിലും ഉൾപ്പെടെ ചട്ടലംഘനം. ബിയർ വൈൻ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടെന്നും CAG. ബജറ്റ് ചോർച്ചയിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികളെന്ന് മുഖ്യമന്ത്രി. അന്വേഷണ റിപ്പോർട്ട് വരും വരെ സഹകരിക്കുമെന്ന് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്കെതിരായ RSS നേതാവിന്റെ വധഭീഷണിയെ അപലപിച്ച് നിയമസഭയിൽ പ്രമേയം. മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കരുതെന്ന് SBI ഉൾപ്പെടെയുള്ള ബാങ്കുകളോട് കേന്ദ്ര സർക്കാർ. ATMൽ സൗജന്യ ഇടപാടുകൾക്ക് ശേഷം പണം ഈടാക്കാനുള്ള തീരുമാനവും പുനഃപരിശോധിക്കാൻ നിർദ്ദേശം. അസാധു നോട്ടുകൾ നിക്ഷേപിക്കാനുള്ള കാലപരിധി മാറ്റിയതിൽ വിശദീകരണം തേടി കേന്ദ്രത്തിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ബംഗളൂരു ടെസ്റ്റിൽ ഇന്ത്യയുടെ തിരിച്ചുവരവ്. മൂന്നാം ദിനം 4 വിക്കറ്റിന് 213 റൺസ്. 6 വിക്കറ്റ് ശേഷിക്കെ ആകെ 126 റൺസ് ലീഡ്. പൂജാര 79 നോട്ടൌട്ട്. രാഹുലിനും അർദ്ധ സെഞ്ചുറി. ലോധ കമ്മിറ്റിക്കെതിരെ നിലപാടെടുത്തതിൽ സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞ് അനുരാഗ് ഠാക്കൂർ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.